ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്ക് ബുക്ക്. ജാഷീസ് കുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 പഴവും 1 കപ്പ് ഗോതമ്പ് പൊടിയും ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന നല്ലൊരു കിടിലൻ പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. എണ്ണയൊന്നും തരി പോലും ചേർക്കാതെ ആവിയിൽ വേവിച്ചുണ്ടാക്കുന്നത് കൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. വീട്ടിലെപ്പോഴുള്ള വളരെ കുറച്ച് ചേരുവകളാണ് ഇത് ഉണ്ടാക്കാനായിട്ട് വേണ്ടു. പഴവും ബ്രെഡും വെച്ച് അതുപോലെ തന്നെ അവലും പഴവും വെച്ചുണ്ടാക്കാവുന്ന ഈസി സ്നാക്ക് റെസിപ്പികൾ മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണണം എന്നുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് ഇനി ഇതുപോലുള്ള ഈസി റെസിപ്പികൾ ജാഷീസ് കുക്കിലൂടെ കാണാനും പരീക്ഷിക്കാനും ഒക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പുതിയ പുതിയ റെസിപ്പികൾ ഒന്നുപോലും മിസ്സാവാതെ കാണാനായി ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടെ കിട്ടുന്നുണ്ടെന്ന് ഒന്ന് ഉറപ്പുവരുത്തണേ. അപ്പൊ ഇനി വേഗം നമുക്ക് റെസിപ്പി നോക്കാം. നമ്മളിതിൽ മധുരത്തിന് ശർക്കരയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര എടുക്കാം. ശർക്കര ആകുമ്പോൾ കുറച്ചുകൂടെ ഹെൽത്തിയാണ്, പിന്നെ പഞ്ചസാര ചേർത്തുണ്ടാക്കുന്നതിനേക്കാൾ ടേസ്റ്റും തോന്നിയിട്ടുണ്ട്. ശർക്കര ഉരുക്കാനായി നമുക്ക് ഇതിലേക്ക് 3/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിന് നന്നായി മെൽറ്റാക്കി എടുക്കാം. ഇപ്പൊ ശർക്കര മുഴുവൻ ഉരുകി വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് സൈഡിലേക്ക് മാറ്റിവെക്കാം. അടുത്തതൊരു പാൻ ചൂടാക്കി ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് 1 മുതൽ 2 ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർക്കാം. നെയ്യ് ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആയി വന്നാൽ നമുക്കിതിലേക്ക് 2 വലിയ നേന്ത്രപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇതിന് നെയ്യിൽ നന്നായി ഒന്ന് വാട്ടിയെടുക്കാം. നന്നായി പഴുത്ത് തോലൊക്കെ കറുത്ത കളറാവാൻ തുടങ്ങുന്ന പഴല്ലേ, അങ്ങനത്തെ പഴൗട്ട് എങ്ങനെ ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പൊ പഴം നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് തേങ്ങയാണ്. തേങ്ങ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ചേർക്കാം. ഞാൻ ഏകദേശം ഒരു 1/2 കപ്പ് ചേർത്തിട്ടുണ്ട്. തേങ്ങ നന്നായി ചൂടായി വരുന്നത് വരെ ഒന്ന് വഴറ്റാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അടുത്തതായി ഇതിലേക്കുള്ള ബാറ്റർ നമുക്കൊന്ന് റെഡിയാക്കാം. അതിനായി ഒരു ബൗളിൽ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഒന്ന് അരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിന് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ശർക്കരയ്ക്ക് പകരം പഞ്ചസാരയാണ് ചേർക്കുന്നതെങ്കിൽ മധുരത്തിനനുസരിച്ച് ചേർത്തതിന് ശേഷം ഗോതമ്പ് പൊടി കലക്കാൻ ആവശ്യമായ വെള്ളം, അതായത് ഏകദേശം 1.5 കപ്പ് വെള്ളം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇതിൽ വെള്ളത്തിന് പകരം തേങ്ങാപ്പാലും വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. തേങ്ങാപ്പാലൊക്കെ ചേർത്തുണ്ടാക്കുമ്പോൾ ടേസ്റ്റ് ഒന്നുകൂടെ നന്നായിരിക്കും. തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ടെങ്കിൽ പിന്നെ തേങ്ങ ചെറുകിയത് പിന്നെ നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ആക്കാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അതിനുശേഷം വഴറ്റി വെച്ചിരിക്കുന്ന പഴം കൂടെ ചേർക്കാം. നിങ്ങൾക്ക് ഇതിലേക്ക് ഫ്ലേവറിനായി ഏലക്കായ പൊടിച്ചതോ അല്ലെങ്കിൽ ചതച്ചതോ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ബാറ്റർ ഒന്ന് ലൂസാക്കാൻ വേണ്ടി 1 കപ്പ് വെള്ളം കൂടെ കുറച്ചായി ചേർത്ത് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഞാൻ ഗോതമ്പ് പൊടി എടുത്തിട്ടുള്ള അതേ കപ്പിൽ തന്നെയാണ് കേട്ടോ വെള്ളം അളന്നെടുത്തിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി. ഇതിന് നെയ്യ് സ്പ്രെഡ് ചെയ്ത ഒരു ട്രേയിലേക്ക് നമുക്ക് മാറ്റാം. ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടെ ട്രേയിൽ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്കൊരു 1/2 മണിക്കൂർ നേരം ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. എന്നും പറയുന്ന പോലെ തന്നെ ഫ്ലെയിമിനനുസരിച്ച് ചിലപ്പോൾ വെന്ത് കിട്ടാനുള്ള ടൈം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചേഞ്ച് ആയിന്ന് വരാം. അപ്പോ ഇത് നന്നായി വെന്തു വന്നിട്ടുണ്ട്. മുഴുവനായി വെന്താൽ തന്നെ സൈഡിൽ നിന്നൊക്കെ മെല്ലെ വിട്ടു വരാൻ തുടങ്ങും. പിന്നെ നന്നായി ചൂടാറിയാൽ പിന്നെ ഈസി ആയിട്ട് നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാം. കോഴിമുട്ടയും ബേക്കിംഗ് പൗഡറും ഒന്നും ചേർക്കാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയാൽ ഫീഡ്ബാക്ക് കമന്റായി അറിയിക്കാൻ മറക്കണ്ട കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക. വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായം കമന്റായി തന്നെ അറിയിക്കുക. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനി ഇതുപോലുള്ള ഈസിയും ടേസ്റ്റിയും വെറൈറ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരയ്ക്കും ബൈ, അസ്സലാമു അലൈക്കും.